കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതാണ്? കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ. അങ്ങനെ 3 ജില്ലകളാണ് എന്ത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് ഉള്ളത് അല്ലേ? പിന്നെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. 4,612 ചതുരശ്ര കിലോമീറ്റർ ആണുള്ളത്. 2ാം സ്ഥാനത്ത് പാലക്കാട്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തീരദേശ ജില്ലകൾ എത്രയാണ്? 9 അല്ലേ? തീരദേശമുള്ള ജില്ല 9. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിന്റെ ഏറ്റവും അടുത്ത കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. എവിടെയാണ്? മാഹി എന്നറിയപ്പെടും. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ 21ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 1.18% കേരളം. കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. 2.76%. അടുത്തത് കേരളത്തിന്റെ ജനസംഖ്യ എത്രയാണ്? ഏകദേശം 3,33,00,000. ജനസംഖ്യാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ 13ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.91%. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084:1000 വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ചതുരശ്ര കിലോമീറ്ററിന് 860 ആണ് കേരളത്തിന്റെ ജനസാന്ദ്രത. എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ ശതമാനം കേരളത്തിലാണ്, 94%. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം. 1991 ഏപ്രിൽ 18 എപ്പോഴാണ്? 1991 ഏപ്രിൽ 18. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ ശതമാനം എത്രയാണ്? 94%. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പം നമ്മുടെ കേരളത്തിന്റെ തീരദേശ നീളം 590 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ. കേരളത്തിന്റെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിന്റെ തീരദേശത്തിന്റെ നീളം 590 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് 560. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 44. അപ്പോൾ നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയുണ്ടത്? 3 നദികളാണ് അല്ലേ? ആകെ കായലുകൾ എത്രയാണ്? 34. ആകെ നദികൾ 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികൾ. പിന്നെ എത്ര കായലുകളാണ്? 34 കായലുകളാണ്. ഓക്കെ. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് കുറച്ചുകൂടെ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ.